Based on the graph given, which element will most likely be involved in the following reaction? Metal plus concentrated sulfuric acid gives metal sulfate plus sulfur dioxide plus water. മെറ്റൽസ് തന്നിരിക്കുന്നത് കോപ്പർ, കൊബാൾട്ട്, ടിൻ ആൻഡ് സിങ്ക്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേഴ്സസ് എലമെൻറ്റ്സ് ആണ്. അതായത് ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഒപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ കോപ്പർ ഈസ് ഹയർ. ഈ എലമെൻറ്റ്സിലെ എല്ലാത്തിലും വെച്ചിട്ട് കോപ്പറിനാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹയർ വാല്യൂ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹയർ ആണെന്നുണ്ടെങ്കിൽ, കോപ്പറിന് ഹയർ വാല്യൂ ഉണ്ടെങ്കിൽ, കോപ്പർ ഹാസ് ഹയർ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദെൻ ദാറ്റ് മെറ്റൽ, അതായത് കോപ്പർ, വിൽ ലൂസ് ഇലക്ട്രോൺസ് ഫാസ്റ്റ്ലി. ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. സോ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ദാറ്റ് മെറ്റൽ ഓക്സിഡൈസ്ഡ് ഫാസ്റ്റ്ലി. അതേപോലെ തന്നെ നമുക്ക് ഉള്ളത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻ്റാണ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡ് കോപ്പറും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് റെഡ്യൂസ് ചെയ്തിട്ട് H2Oയും സൾഫർ ഡയോക്സൈഡും ഉണ്ടാവുകയും ചെയ്യും. സൾഫ്യൂരിക് ആസിഡിൻ്റെ റിഡക്ഷൻ വഴി സൾഫർ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഹയർ ആണെന്നുണ്ടെങ്കിൽ ദ ഹയർ ദ റിയാക്ടിവിറ്റി ടുവേർഡ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ദറ്റ് മെറ്റൽ ഈസ് കോപ്പർ. Our answer is option A, copper.